വെള്ളത്തിന്റെ മുകളിലൂടെ എങ്ങനെ പത്രോസ് നടന്നു എന്ന് ചോദിച്ചാൽ, പത്രോസിന് യേശു കൊടുത്തത് പവറല്ല, പത്രോസിന് യേശു കൊടുത്തത് തന്റെ വചനമാണ്. യേശു പറഞ്ഞു വരിക. യേശു പറഞ്ഞു പത്രോസെ വരിക എന്നല്ല, യേശു പറഞ്ഞത് വരിക, ആർക്കും സ്വീകരിക്കാം. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ വചനം പ്രവർത്തിക്കാനിടയാകും. യേശു പത്രോസെ വരിക എന്നല്ല പറഞ്ഞത്, വരിക എന്നാണ് പറഞ്ഞത്. വിശ്വസിക്കുന്ന ആർക്കും ആ വചനത്തോട് പ്രതികരിക്കാൻ കഴിയും. ദൈവവചനം നിങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോൾ പ്രതികരിക്കണം. ഇപ്പൊ ചില ആളുകൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ കൈയടിക്കുകയും സ്തോത്രം പറയുകയും ഒക്കെ ചെയ്യുന്നത്, അവരാ വചനത്തെ അവരുടേതാക്കി മാറ്റുകയാണ്, ആ വചനം അവർക്കുള്ള വചനമാക്കി മാറ്റുകയാണ്. രക്തസ്രവക്കാരുടെ പഞ്ചായത്തിലെ എല്ലാവരും യേശുവിനെ കുറിച്ച് കേട്ട് കാണും. പക്ഷെ യേശുവിനെ കുറിച്ച് കേട്ട രക്തസ്രാവക്കാരി കേട്ടു എന്നതിൽ അത് നിർത്തിയില്ല. ആ കേൾവി, ഇത് കേട്ടിട്ട് രക്തസ്രവക്കാരി ഇത് കേട്ടു. രക്തസ്രവക്കാരി കേട്ടിട്ട് അവളുടെ കേൾവിയിൽ, അവളുടെ കാതിൽ ആ വചനം അവസാനിച്ചില്ല. അവൾ കേട്ട കാരണത്താൽ അവൾ ചിലത് പറയാൻ തുടങ്ങി. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ കാതിൽ അവസാനിക്കരുത്. ഇന്ന് ഈ വചനത്തിൽ വിശ്വസിച്ച് ചിലത് പറഞ്ഞുകൊണ്ട് പോകണം. നിന്റെ വീട്ടിൽ തലേ ദിവസം വന്ന മെഡിക്കൽ റിപ്പോർട്ട് അല്ല പറയേണ്ടത്. നിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വന്ന് ബഹളം വെച്ച കടക്കാരന്റെ വാക്കുകളെ ചിന്തിച്ചിട്ട് അതല്ല പറയേണ്ടത്. ഇന്ന് നീ കേൾക്കുന്ന വചനം നിന്റെ നാവിലൂടെ വിശ്വാസ പ്രഖ്യാപനങ്ങളായി പുറത്തേക്ക് പ്രവഹിക്കട്ടെ.